ഏതായാലും ഇറ്റങ്ങളെ പോക്ക് എങ്ങോട്ടെന്നറിയില്ല. ഒരു കറുത്ത തലീക്കെട്ടും കെട്ടിക്കാണ്ട് മീശ പഠിച്ചുകാണ്ട് താടി നീട്ടിക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് കാണ്ട് ഇങ്ങനെ പാട് തന്നെ. എന്താണ് പാടുന്നത് ഇന്നതൊന്നൊന്നുമില്ല. ഓനങ്ങോട്ട് എഴുതി ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങോട്ട് പാടുക. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പാട്ടുകളൊക്കെ പാടുക. അങ്ങനെയാണേ. ഇപ്പൊ സത്യത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മഹാനായ മടവൂര് CM വലിയുള്ളാഹിയാണ് പ്രശ്നം. ഇവർക്ക് മുഴുവൻ അതാ പ്രശ്നം. മഹാനായ മടവൂര് CM വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ഖബറടക്കം ചെയ്ത് ആ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് മഹാനായ കാന്തപുരം ഉസ്താദ് അവറുകൾ, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ തെൽക്കീൻ ചൊല്ലിക്കൊടുത്തു. ആ തെൽക്കീൻ ചൊല്ലിക്കൊടുത്തത് ഇപ്പൊ ഇവർക്ക് വലിയ വിഷയമാണ്. തെൽക്കീൻ ചൊല്ലിക്കൊടുത്ത ഭയങ്കര വിഷയമാണ്. തെൽക്കീൻ ചൊല്ലിക്കൊടുത്തതിനെ പരസ്യമായിട്ട് പരിഹസിക്കുന്ന ഒരു ബേട്വൻ ലോകത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നൗഷാദ് മാത്രം, വേറെ ആരുമില്ല. അത്ര വൃത്തികെട്ടവനാണ് നൗഷാദ്. ഓനെ നോക്കണമെങ്കിൽ തന്നെ വലിയ പ്രയാസം. അത്ര വൃത്തികെട്ടവനാണ്. ഓൻ പറയുന്നുണ്ട് ആ വിഷയം. AP ഉസ്താദ് തെൽക്കീൻ ചൊല്ലിക്കൊടുത്തപ്പോൾ ആ വിഷയം ഒന്ന് പറയുന്നത് കേട്ടോ കാണി. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പാട്ടക്ക് വരാം. എന്നാൽ എല്ലാരും പരിഗണിച്ചുകൊണ്ട് ശംസുലമ തെൽക്കീൻ ചെല്ലുമ്പോൾ ശംസുലമ മുങ്ങി. കാരണം അത് പറ്റുന്ന പണിയല്ലല്ലോ, അതുപോലെ ഏൽപ്പിച്ചതാണ്. കാരണം മൺറപ്പൂക്കാന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലോ. അപ്പൊ പിന്നെ ഇവര് വേഗം പോയിട്ട് വലിയ സംഭവമായി. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ അവിടെ എന്താലേ ഇവനൊക്കെ എന്താണ്, എന്ത് മനുഷ്യനാണ് ഇവനൊക്കെ നൗഷാദ്? തെൽക്കീൻ ചെല്ലണ പണി അത് നല്ലൊരു പണിയൊന്നും അല്ല. ഓരോ കണക്കൂട്ടലിൽ തെൽക്കീൻ ചെല്ലണ ഇപ്പൊ ഇത്ര നല്ല പണിയൊന്നും അല്ല. കാരണം പഠിപ്പിച്ചു കൊടുക്കലാണല്ലോ. പഠിപ്പിച്ചു കൊടുക്കണത് നല്ലൊരു പണിയൊന്നും അല്ല. സുബ്ഹാന ജല്ല ജലാലു. നോക്കാണ് നിങ്ങൾ. ഓൻ പറയാ തെൽക്കീൻ ചെല്ലണത് ഇപ്പൊ നല്ലൊരു പണിയൊന്നും അല്ല, പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലേ. പഠിപ്പിച്ചു കൊടുക്കണ ഇപ്പൊ ഇത്ര നല്ലൊരു പണിയൊന്നും അല്ല. ഇവന് ഇബിലീസിന്റെ മേലെ നിൽക്കും. ഇബിലീസ് ഇവന്റെ കഥമിന്റെ ചോട്ടിലാണ്. ഇവന്റെ കഥമിലാണ് ആരുള്ളത്? ഇബിലീസ് ഉള്ളത്. കാരണം ഇബിലീസിന്റെ മേലെ നിൽക്കുമ്പോൾ അത്തരം ചറ്റയാണ് ഇപ്പം. കാരണം നോക്കി നിങ്ങള് ഓ പറഞ്ഞ വിഷയം നോക്കാണ് നിങ്ങള്. എന്താ പറഞ്ഞത്? തെൽക്കീൻ എന്നുള്ളതൊരു നിസ്സാരപ്പെടുത്തി. മാത്രല്ല അത് പഠിപ്പിച്ചു കൊടുക്കുക, മറപ്പുക്ക എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലോ. അപ്പൊ പഠിപ്പിച്ചു കൊടുക്കണ്ടേ, പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ എന്തിനാ അഹ്ലു സുന്നത്ത് കൊണ്ടുനടക്കുന്നത്? എന്തിനാണ് സുന്നത്തമായത് കൊണ്ടുനടക്കുന്നത്? എന്നിട്ട് ഇവന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോ ഇതിനെ പരിഹസിച്ചുകൊണ്ട് പാട്ടുകാരൻ ഒരു പാട്ടിറക്കിയിരിക്കണം. ആ പാട്ടും ഒന്ന് കേട്ടു നോക്കി നമുക്ക്. മൻ റബ്ബുക എന്ന് തുടങ്ങിയ ചോദ്യം ചെയ്യാനാരാണിവിടെ? പാട്ടിന്റെ ഓരോ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. മൻ റബ്ബുക എന്ന് തുടങ്ങിയ ചോദ്യം ചെയ്യാൻ ആരാണിവിടെ? ബാക്കി പാടട്ടെ. കെൽപ്പുള്ളൊരു ആൺകുട്ടികളെവിടെ ആ മലക്കൂത്തിൽ? കേൾക്കണില്ല നിങ്ങള് പാട്ട്? കെൽപ്പുള്ളൊരു ആൺകുട്ടികൾ എവിടെ ആ മലക്കൂത്തിൽ? കെൽപ്പുള്ളൊരു ആൺകുട്ടികൾ എവിടെയാണ് ആ മലക്കൂത്തിൽ? എങ്ങനെ? മൻ റബ്ബുക എന്ന് തുടങ്ങി ചോദ്യം ചെയ്യാൻ ആരാണിവിടെ? കെൽപ്പുള്ളൊരു ആൺകുട്ടികൾ എവിടെ ആ മലക്കൂത്തിൽ? ബാക്കി പറയട്ടെ. ഇല്ലടാ അങ്ങനെ വന്നാൽ മലക്കൂത്തും പൂട്ടി. ഇല്ലടാ അങ്ങനെ വന്നാൽ മലക്കൂത്തും പൂട്ടി. അങ്ങനെ വന്നാൽ ഇനി മലക്കൂത്ത് പൂട്ടി. പൂട്ടിക്കെട്ടി. കിത്തുമീറാം പട്ടിക്കുട്ടിക്കുള്ളൊരു സ്ഥാനം കിട്ടാൻ നോക്ക്. ആയിക്കോട്ടെ, നോക്കാം നമുക്ക്. കിത്തിമീറാൻ പട്ടിക്കുട്ടിക്കുള്ളൊരു സ്ഥാനം കിട്ടാൻ നോക്കുന്നതാണ് ഇങ്ങനെ കിത്തിമീറിന്റെ. നോക്കാം. എന്നാ അടുത്തത്. മടവൂരാം മടയിൽ കയറി തപസ്സിലായി നീങ്ങ്.
മടപൂരാം ആ മടിയിൽ കയറി തവസ്സുലായി നീങ്ങ്. ആ ബാക്കി മതിയടാ ആ മടയാണേ അസ്ഹാബുൽ കഹ്ഫ്. മതിയടാ ആ മടയാണ് അസ്ഹാബുൽ കഹ്ഫ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഇടപെട്ട എന്തിനറിയോ, ഇതിൽ മ്യൂസിക്കും മറ്റുള്ളതും ഉണ്ടായത് കൊണ്ട് വേറെ രൂപത്തിലൂടെ ആവേണ്ട വീഡിയോ എന്നുള്ള കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾ കേട്ടല്ലോ പാട്ടുകൾ. ഈ പാട്ട് നിങ്ങൾ കേട്ടല്ലോ. ഇതെന്തുകൊണ്ട് പാടിയതെന്ന് വെച്ചാൽ മഹാനായ കാന്തപുരം ഉസ്താദ് മടവൂര് ഷെയ്ഖുന വഫാത്തായപ്പോൾ അവിടെ തെൽക്കീൻ ചൊല്ലിക്കൊടുത്തു. ആ തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതിൽ ഉസ്താദ് അതൊരു ഇകഴ്ത്തിയ രൂപത്തിൽ പറഞ്ഞു. തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സംഗതിയാണല്ലോ. തെൽക്കീൻ ചൊല്ലിക്കൊടുക്കണമെങ്കിൽ തെൽക്കീൻ ചൊല്ലിക്കൊടുക്കാൻ തലക്കുമ്പുറത്ത് പോയി കുത്തിരുന്നങ്ങാണ്ട് പറഞ്ഞു കൊടുക്കല്ലേ. ഇന്നാലിന്ന ആൾക്കാരൊക്കെ വരും, ഇന്നാലിന്ന വിഷയം ചോദിക്കും, അപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. മലക്കുകൾ വരും കേട്ടോ, മലക്കുകൾ നിങ്ങളടുത്ത് വന്നുകാണ്ട് ചോദിക്കും കേട്ടോ എന്നാ പറഞ്ഞു കൊടുക്കണത്. സുബ്ഹാനല്ലാഹ്, മലക്കുകൾ ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് കുരുവട്ടൂരി പാട്ടുകാരൻ പാട്ടുണ്ടാക്കിയ എന്താ പാട്ടുണ്ടാക്കിയെന്നറിയോ? മൻ റബ്ബുക എന്ന് തുടങ്ങി ചോദ്യം ചെയ്യാൻ ആരാണിവിടെ? മടവൂരിനെ ഖബർക്ക് വെച്ച് കഴിഞ്ഞാൽ ഖബറിൽ മൻ റബ്ബുക എന്ന് ചോദിക്കാൻ ആരാവിടെ? കൽപ്പുള്ള ഒരു ആൺകുട്ടികൾ എവിടെ ആ മലക്കൂത്തിൽ? കെൽപ്പുള്ള ആൺകുട്ടികൾ എവിടെയാ മലക്കൂത്തിൽ? അങ്ങനെയുള്ള പാടിയില്ലേ, കെൽപ്പുള്ള ഒരാൺകുട്ടികൾ എവിടെയാ മലക്കൂത്തിൽ, അങ്ങനെ പാടിയെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അപ്പൊ ആ മലക്കുകളെ കൂട്ടത്തിൽ മടവൂരിനെ ചോദ്യം ചെയ്യാൻ പറ്റിയ മലക്കില്ല. അല്ല പാട്ടുകാരാ, മടവൂർ CM വലിയുള്ളാന്റെ ഇടത്തും വലത്തും നന്മയും തിന്മയും എഴുതിയൊക്കെ മലക്ക് കയറിയിരുന്നോന്നാവോ? അല്ല ചോദിക്കുകയാണ് ഞാൻ, ഇടത്തും വലത്തും മലക്കുണ്ടായിരുന്നില്ലേന്നാവോ? കാരണം നല്ല വിശ്വാസികളായ ആളുകളെ പേപ്പിക്കാനാണ് ഇവർ ഒരുങ്ങിയിട്ടുള്ളത്, ഈ ജാതി പാട്ടുകളും മറ്റും ഇറക്കിയിട്ട്. എന്നിട്ടോ അങ്ങനെ ഒരു മലക്കൂത്തിന് അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. അങ്ങനെ ഉണ്ടായാൽ എന്താ പറഞ്ഞത്? ഇല്ലടാ, അങ്ങനെ വന്നാൽ മലക്കൂത്തും പൂട്ടീൻ. അങ്ങനെ ഉണ്ടായാലേ അങ്ങനെ ഒരു സംഗതി നടന്ന ആ മലക്കൂത്ത് പൂട്ടിക്കളഞ്ഞു. എന്താ മൊയന്ത ഇതൊക്കെ പാടുന്നത്? ഇസ്ലാമെന്ന് പുറത്തു ഇതൊക്കെ എത്ര വട്ടം ഷഹാദത്തിൽ മേലി വരണം? എത്ര വട്ടം ഇതൊക്കെ എപ്പോ കാഫിറായി പോയി? ഒന്ന് ചിന്തിച്ചു നോക്കണതൊക്കെ. എന്താണ് ഈ പറയുന്നത്? മുർത്തദ്ദാണ് കാര്യമല്ലേ ഈ പറയുന്നത്? അങ്ങനെ വന്ന മലക്കൂത്ത് പൂട്ടീൻ. മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ചതല്ലേ ഓരോ കാര്യത്തിന്, അത് മലക്കുകൾ ചെയ്യണ്ടേ? എന്നിട്ട് മലക്കൂത്ത് പൂട്ടി. എന്നിട്ട് ഇജാതി പാട്ട് പാടിയിട്ട് ഈ പാട്ടിനെ താങ്ങിക്കൊണ്ട് ഈ പാട്ടിപ്പോൾ എന്തൊക്കെയുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട്. ഇനി ഇതിനൊക്കെ പാട്ടിനൊക്കെ പാടി താങ്ങിക്കൊണ്ട് നമ്മളെ നൗഷാദ് പറയാ പാട്ടിങ്ങനെ ഇറങ്ങണം, പാട്ടൊക്കെ വരച്ചേ, അതാ പറയുന്നത്. ഒന്ന് കേട്ടോ നോക്കി. ഇവർ ഈ പാട്ടുകാരന് നമുക്കൊരു സല്യൂട്ട് കൊടുക്കണ്ടേ? ഓരോ പാട്ട് ഇനി പാട്, നാളെ ഇത് സത്യവും അസത്യം വേർതിരിയുള്ളൂന്ന്. ഈ കുഫിരിയത്തിന്റെ പാട്ട് പാടിയിട്ടേ പാട്ടുകാരന് സല്യൂട്ട് അടിച്ചു. ആര്? കുരുവട്ടൂരികൾ പാട്ടുകാരന് സല്യൂട്ട് അടിച്ചു. ഈ കുഫിരിയത്തിന്റെ പാട്ട് പാടിയ പാട്ടുകാരനെ സല്യൂട്ട് അടിച്ച കുരുവട്ടൂരിലെ ഏറ്റവും വലിയ നേതാവാണല്ലോ നൗഷാദ്. ഓന് തൊള്ളാങ്കട്ട് തുറന്നാ പിന്നെന്താണെന്ന് വെച്ചാൽ റേഡിയോ പറയണ മാതിരി അങ്ങനെ പറയല്ലേ. അങ്ങോട്ട് പറയണ കേൾക്കൂല, ഇങ്ങനെ പറയാം. അങ്ങോട്ട് അവരോട് പറയണ കേൾക്കൂല, ഇങ്ങോട്ട് ഇങ്ങനെ പറയാം, നിൽക്കാതെ പറയാം. ഏതായാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കുരുവട്ടൂരികളിൽ കൂടിയവരോ അതല്ലെങ്കിൽ അതിൽ അവർ പറയുന്നിടത്തുണ്ട് കാര്യമെന്ന് മനസ്സിലാക്കിയവരോ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനീ പറഞ്ഞത് ഒരു കോമാളിത്തരത്തിലൂടെയാണെങ്കിലും മനസ്സിലാക്കണം നിങ്ങൾ. എന്താണെന്നറിയോ?
മഹാനായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവറുകൾ, മഹാനായ മടവൂര് CM വലിയുള്ളാഹി വഫാത്തായപ്പോൾ അവിടെ തെൽക്കീൻ ചൊല്ലിക്കൊടുത്തു. തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത് വലിയൊരു കർമ്മമാണ്. കാരണം അത് ചെറിയ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം മരണപ്പെട്ട് കിടക്കുന്നത് വലിയ ആളാണ്. ആ വലിയ ആൾ ഖബറിൽ വെച്ച് ആ വലിയ ആൾക്കാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ ചോട്ടാളുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, ചില്ലറ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, മറ്റു കാര്യങ്ങളൊക്കെ ആർക്കും ചെയ്യാം. പക്ഷേ ഇത് കാര്യമായിട്ടുള്ള ആൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുത്തതിനെ, ആ ചൊല്ലിക്കൊടുത്തതിനെ പരിഹസിച്ചു നൗഷാദ്. മാത്രമല്ല ഓൻ്റെ പാട്ടുകാരൻ അതിനെ വേണ്ടാത്ത രൂപത്തിൽ പാട്ടിറക്കി. ആ പാട്ടുകാരന് സല്യൂട്ടടിച്ചു കുരുവട്ടൂരി നൗഷാദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്ര ഇസ്ലാമിനെ തരം താഴ്ത്തുന്ന പരിപാടിയാണ് ഈ കുരുവട്ടൂരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹു റസൂലിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.